ഹലോ ചേച്ചി. ഇതാരാ? ചേച്ചി ഞാനാ, ശിവദാസേ. ഏത് ശിവദാസേ? ആ ചേച്ചി, ഞാൻ ദിവസം വീട്ടിൽ വരുന്ന ശിവദാസനല്ലേ? ഓ, നീയാ? ആ ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചേ? അത് പിന്നെ സുരാണ എന്റെ വീട്ടില്. സുരാണ്ണനാ? സുരാണ്ണനല്ലേ നിന്റെ ഒന്നിച്ചല്ലേ വരുത്ത്? അല്ല, ഇന്ന് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് വിളിച്ചതാ. സുരാണ്ണന ഇപ്പൊ അപ്പൊ എവിടെയാ പോയേ? നിന്റെ ഒന്നിച്ച് അതെ. വരുന്നെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് ഇറങ്ങിനി? അതറിയില്ല. ഓ, അന്റെ ഒന്നിച്ച് വരുന്നട്ടാ വന്നിന്. ആ, അത് ശരി. അത് എന്നാ പിന്നെ ഞാൻ ഞാൻ ഇന്ന് അങ്ങ് ടൗണിന്റെ ഭാഗത്ത് പോയിട്ടില്ല, അതുകൊണ്ടാ. അപ്പൊ അവിടെ എവിടെയും ഉണ്ടാവും. എനിക്ക് ഇടുന്ന പിന്നെ ഈ ഫോൺ നമ്പർ കിട്ടിയേ? അത് അത് ചേച്ചി, ഞാൻ സുരാണന്റെ ഫോണൊന്ന് അന്ന് സുരാണന്റെ ഫോണ് ചാർജിലായിട്ട് എന്റെ ഫോണിലല്ലേ വിളിച്ചിന്. ആ, അന്നേരം ഇതില് നമ്പർ നമുക്ക് കിട്ടിയതാ. ഞാൻ പിന്നെ കഴിഞ്ഞ മാസം ഞാൻ പിന്നെ അതിനായിട്ട് എടുത്തു വെച്ചാ. ഞാൻ കൊറേ ആയി ചേച്ചിയോടൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. എന്ത് കാര്യം? അതൊന്നുമില്ല, ഈ നമ്പർ കിട്ടിയതാന്ന് പിന്നെ ഞാൻ വിളിച്ചാന്ന് വിചാരിച്ചത്. നീ കാര്യം പറ. കാര്യമൊന്നുമില്ല ചേച്ചി, ഞാൻ പറഞ്ഞ സുരാണനോട് പറയുക. ഈ കാര്യം പറഞ്ഞാലല്ലേ പറയണോ വേണ്ടയോന്ന്? പറയണോ? പറയൂലെന്ന് പറഞ്ഞാലേ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ പിന്നെ പറയൂല, നീ പറ. ആടാ 26 ഇല്ലല്ലോ അല്ലേ? ഇവിടെ ഞാൻ ഒറ്റക്കല്ലേ വിളിപ്പോ. അത് ചേച്ചി, അത് അനക്ക് ചെറിയൊരു പൂതി ഉണ്ടായിരുന്നു ചേച്ചിയോട്. എന്ത് പൂതി? അത് ചേച്ചിയോട് എനക്ക് ചെറിയൊരു പൂതി. അത് എന്ത് പൂതി? നീ തുറന്നു പറ. അത് ചേച്ചിക്ക് പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലേ? നീ പറഞ്ഞാലല്ലേ അറിയൂ. എനക്ക് ചേച്ചിയായിട്ട് ഒരു ഇത് നടക്കുവോന്ന്. ഞാൻ അതുകൊണ്ടാണ് സുരാണിന്റെ പേരോ ചേച്ചിയെ കാണാണ്ടിട്ട് ഞാൻ അധികം വീട്ടിൽ വരുന്നത്. രണ്ട് ദിവസം കാണില്ലേ നീ? അതിനല്ലേ ചേച്ചി, എനിക്ക് ചേച്ചിയായിട്ടൊരു ഒരു പറയട്ടെ. നീ പറ, കാര്യം പറ. എനിക്ക് ചേച്ചിയായിട്ട് ഒന്ന് കളിക്കണമെന്നുണ്ടെങ്കിലും. എനിക്ക് എന്നോട് പറയാതെ ഒട്ടും നാണമില്ല. ഇത്രയും കാലം നാമ പേടിയിലുണ്ടായിട്ടല്ലേ പറയാണ്ടത്. ഒറ്റ തവണ. അയ്യോ, അത് പറ്റൂല. അതെങ്ങനെ ശരിയാവുക? ഞാൻ വിചാരിച്ചു ചേച്ചിയാകെ പ്രശ്നമാക്കി കളയുന്നു. ഇങ്ങനെയല്ലേ പറയുന്നുള്ളൂ അല്ലേ? അത് എന്നാ പറയട്ടെ ചേച്ചി, എനക്ക് ചേച്ചിനെ കണ്ടേ ഉള്ളൊരു മോഹമാണ്. അന്ന് ഞാൻ ആദ്യം സുരാണിന്റെ പരം വീട്ടിൽ വന്നേ എനിക്ക് ചേച്ചി എന്റെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നു. നീ സുരാണന്റെ ഫ്രണ്ടായിട്ടല്ലേ ഇങ്ങ് വന്നിന് വീട്ടില്? അത് ആദ്യം വന്നേരം. പിന്നെ ഞാൻ സുരാണന്റെ പേര് ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വരുത്തിയാണ്. എനിക്കിത് ചേച്ചിയോട് പറയണം എന്ന് വിചാരിക്കും. പിന്നെ ചേച്ചിന്റെ അടുത്ത് എത്തുമ്പോ പേടിയാവും. അല്ല, അപ്പോ എനിക്കെന്നാ വേണ്ടതെന്ന് പറഞ്ഞേ? എനിക്ക് തന്നെ. അല്ല, അപ്പൊ നീ ഇത് സുരാണ്ടനോട് പോയിട്ട് പറയൂലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാല്? ഇല്ല, ചേച്ചി പറയാണ്ടെന്നാ മതി. ആക്ക് ചേച്ചി പറയുന്നുള്ള പേടിയാ. നീ പറയൂലേ? പറയൂ. ഞാൻ പറയാ. സുരാണൻ ചെലപ്പോ ചേച്ചിനെ പറ്റി എന്നോടത്ത് പറയലുണ്ട്. എന്ത്? ഓരോന്നും തമാശക്ക് പറയൂ. അന്നേരം ഞാനിങ്ങനെ വിചാരിക്കും.
അങ്ങേരൊന്നും എന്നോട് പറയല്ലേ എന്നെ പറ്റിയിട്ട്. ഒന്നുമില്ല, നല്ല തന്നെയാണ്. നല്ലതെന്ന് പിന്നെ പറഞ്ഞാല് നമ്മൾ ഒരുമിച്ച് കുടിക്കലും ചെയ്യുമ്പോൾ പറയും അതെയാ. മുന്നേ ഓളുമായിട്ട് ഉം. നല്ലൊരു ഇത് കഴിഞ്ഞ് കളി കഴിഞ്ഞിടാന്നെല്ലാം പറയാ. ഉം. നമ്മക്കിതൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. ഞാൻ പറയുന്നത് ഉം. നിങ്ങൾക്ക് അങ്ങനെയല്ലേ? നമ്മക്കിത് ഉം. ആ പറയുന്ന ഉള്ളിൽ തന്നെ ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും. സൂര്യണ്ണനുമായിട്ട് ദിവസമൊന്നുമില്ല. അങ്ങേര് ഉം. പുളുവും അടിക്കും കേട്ടാ. അതെനിക്കറിയില്ലല്ലോ ഇപ്പം പുളുവാമല്ലാതെയൊന്നും. ഉം. പക്ഷെ ചേച്ചീനെ കണ്ടു കഴിഞ്ഞാലില്ലേ, ഉം. ആയിരിക്കും പിന്നെ അത് വരാൻ തോന്നൂല. ഞാനങ്ങനാണെങ്കിൽ ദിവസവും 2-3 തവണ ആക്കും. ഇരിക്കുവാ. ഇരിക്കുന്നതന്നെ നീ പറയുന്നേ. ഞാനങ്ങനാണെങ്കിൽ അത്രയൊക്കെ കാണാൻ സ്റ്റൈലല്ലോ ചേച്ചീനിപ്പം കളിക്കാൻ കിട്ടുന്ന വലിയ ഭാഗ്യല്ലേ എനിക്ക്. നീ തമാശ പറയല്ലേ. സ്റ്റൈലുണ്ട് എന്നൊന്നും ഇതുവരെ സുരാണ്ണൻ വരെ പറഞ്ഞിട്ടില്ലല്ലോ എന്നോട്. രാമൻ ചിലപ്പോ പറയാതിനിപ്പം ഞാൻ എന്ത് ചെയ്യാൻ, എനക്ക് തോന്നിയല്ലേ ഞാൻ പറഞ്ഞേ. എനിക്ക് തോന്നുന്നത് ഇതിനു വേണ്ടിയായിരിക്കൂലേ. അതൊന്നും അല്ല. ഒരാളായിരുന്നു എന്തെല്ലാം പറയും. അല്ല, ഞാൻ അത്ര വലിയ സ്റ്റൈലൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. അതെല്ലാം വെറുതെയാണ്, നല്ല ഉണ്ട് കാണാൻ. അതുകൊണ്ടല്ലേ ഞാൻ വീട്ടിൽ വന്നിട്ടാകുമ്പോ ഞാൻ കാണുന്നില്ലേ ആളൊന്നും. കുലുങ്ങി കുലുങ്ങിയുള്ള നടത്തവും ഞാൻ നീക്കുന്ന ഇപ്പം ചോദിച്ചാലും നീക്കുന്നുണ്ട്. അപ്പം സുരാണ്ണന് ഇല്ലാത്ത ദിവസം വന്നാലേ നടക്കൂ. ഇപ്പൊ ഞാൻ വിളിച്ച തുരാണ ഇല്ലാതെ കണ്ടിട്ടില്ല. തുരാണ അങ്ങാടി ഇരുന്നിട്ട് അവിടെ ഇങ്ങനെ കുടിക്കുന്ന ഒരാളായിട്ട് വർത്താനം പറഞ്ഞു. ഞാൻ അയാളൊന്ന് മുങ്ങിയതാ ഇച്ചിനെ വിളിക്കണ്ടിട്ട്. ഓ, അപ്പൊ എന്നോട് കള്ളത്തരം പറഞ്ഞല്ലേ നീ സുരാണ്ണനെ കണ്ടിട്ടില്ലാന്ന്? എന്തെങ്കിലും വിളിക്കുമ്പോ എന്തെങ്കിലും പറയണ്ടേ, അതുകൊണ്ടല്ലേ. ഞാൻ കേട്ട്. ഞാന് അന്റെ ഒരു ആഗ്രഹല്ലേ, അത് സാധിച്ചൂടെ? അപ്പൊ നീ വരുമ്പോ സുരാണ്ണൻ ഒന്നിച്ചുണ്ടാവൂലേ? സുരാൺ ഉള്ളേരാ വരുവാ? സുരാണ്ണെ എവിടെയെങ്കിലും പോയാലോ അല്ല വരുമ്പോ ഞാൻ വരാം. നീ അങ്ങേരെ കുടിപ്പിച്ചു വെക്കേണ്ട പരിപാടിയാ. അങ്ങേരെ ഞാൻ എന്തിനാ കുടിപ്പിച്ചു കിടന്നു? അങ്ങേരെ നല്ല കുടിച്ചല്ലേ, അന്നേരല്ലേ കുടിപ്പിക്കാൻ നോക്കല്. സുരാണനെ കുടിപ്പിച്ചു കിടത്തുന്നുള്ളത് സുരാണൻ തന്നെ കുടിച്ചിട്ട് കിടന്നു. അത് ചേച്ചിക്കറിയില്ലേ? എനക്കറിയാ, കാരണം കുടിക്കലുണ്ടെന്ന് എനിക്കറിയാം. അന്ന് വന്നിട്ട് എന്നോട് ചേച്ചി പറഞ്ഞ് ഇത് നീയാന്ന് ഇയാളിങ്ങനെ കുടിപ്പിക്കുമെന്ന് ചോദിച്ചേ. ഞാൻ കുടിപ്പിക്കലൊന്നുമില്ല കേട്ടോ. നിന്റെ കൂടെ വന്നാലല്ലേ സുരാണെങ്കിൽ ബോധമില്ലാണ്ട് വീട്ട്. അതല്ല, സുരാണനെ എവിടെ കാണാൻ ഞാൻ വീട്ടിലെത്തിക്കുന്നുള്ള ഉറപ്പ് സുരാണനുള്ളതുകൊണ്ടാണ് നീ കൂട്ടിട്ട് വരുന്നത്. അന്നേരം ഞാൻ വിചാരിക്കുന്നത് സുരാണൻ ബോധം കിട്ടു കൊണ്ടുവന്നു. പിന്നെ എനിക്ക് വീട്ടിലെത്തി തെറ്റോട് ചോദിക്കാറില്ല. അല്ല, സുരാണനെ ബോധം കെടുത്തിട്ട് അല്ല അന്നൊന്നും വന്നിട്ട് നീ എന്നോട് പറയാതിന്. പിന്നെ ഞാൻ പറഞ്ഞില്ല ചേച്ചി ഇങ്ങനെ പ്രതികരിക്കാന്ന് അറിയില്ല. ചേച്ചിന്ന് പറഞ്ഞാലിനി ചേച്ചി സുരാണനോട് പറയുമോ? അപ്പൊ അതിനെ ഒന്ന് ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് ചോദിക്കാന്ന് ചേച്ചി. ഞാനിപ്പോ എന്നാ പറയണ്ട എന്നോട്? പിന്നെ സുരാണന അങ്ങനെ കൊണ്ടുവന്നത് ചേച്ചിക്ക് എന്നോട് വീശാലുണ്ടാവും. അതുകൊണ്ട് ചേച്ചിട്ടാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഫോണിലൂടെയല്ലേ. അല്ല, ഞാനിപ്പോ എന്നാ പറയണ്ടേന്ന്? എന്താ പറയണ്ടേന്ന് പറഞ്ഞാല് ആന്ന് പറഞ്ഞാല് സന്തോഷായി. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ? ഏഹ് ഇപ്പൊ എനക്ക് അങ്ങനെ ഇപ്പൊ പൊട്ടെന്ന് പറയാൻ പറ്റുമോ? എന്നാന്ന് ഞാൻ കല്യാണം കഴിക്കാൻ ഒറ്റ കളിക്കല്ലേ. ഞാൻ കഴിക്കുന്നതിനേക്കാളും റിസ്ക് അല്ലേ ഇത് കളി? ഒരു കളിയാ അത് പെട്ടെന്ന് കഴിയുന്നല്ലേ. ഒന്നുമില്ല, സുരാണനാണെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ കുഴപ്പമില്ലല്ലോ. അതെങ്ങനെ വിചാരിച്ചു? അല്ല, സുരാണ്ണനാന്ന് എങ്ങനെ വിചാരിച്ചു? അത് ശരിയാ, സുരാണൻ വലിയ ആചാരമാക്കൂല. ഞാൻ മിന്നിട്ടല്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ല, സുരാണ്ണനാന്നൊന്നും വിചാരിക്കാൻ പറ്റൂല.
പിന്നെ നീയാന്നല്ലേ വിചാരിക്കാൻ പറ്റും. എന്നാ അങ്ങനെ വിചാരിച്ചിട്ട് ഒറ്റയ്ക്ക് തന്നാ മതി. അതെങ്ങനെയാ ശരിയാവുക? അതല്ല ശരിയാവും, നിങ്ങൾ വിചാരിച്ചാ ശരിയാവണം. നീ സുരാണ്ടന്റെ ഒന്നിച്ച് നടന്നിട്ട് പറ്റിക്കല? അയ്യോ, ഞാൻ അങ്ങനെ പറ്റിച്ച് ഞാൻ ചോദിച്ചല്ലേ. സുരാണന് എപ്പം കുടിച്ചിട്ടില്ലേ, എന്തോ സുരാണന് ഒന്നും വലിയ കാര്യമൊന്നുമായിരിക്കില്ല. സുരാണ്ടൻ കുടിച്ചാലും ഉഷാറാന്ന് കേട്ടാ. അതിപ്പോ ഞാനും ഉഷാറിനായിരിക്കൂലേ. എന്നെ പോലെയല്ലല്ലോ. നോക്കിയാലല്ലേ അറിയുന്നു ഉഷാറാണ്. നീ പറയുന്നത് എനക്ക് എങ്ങനെയാ സമ്മതിക്കുക? അതിനെന്നാ ഒറ്റ പിന്നെ ചോദിക്കൂല. ഞാനെന്നാ പറയേണ്ടത്?